ഞാനില്ലേ ഈ നോമ്പിന് ഒരു ഡയറ്റ് പ്ലാനോടെ നോമ്പ് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടില്ലാന്ന്. അപ്പോൾ ഇന്ന് നോമ്പ് 1-ാം ദിവസത്തെ ഇത് രാത്രി തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് അത്താഴത്തിനുള്ളത്. ഫ്രൂട്ട്സൊക്കെ ഇട്ട് പിന്നെ മധുരത്തിന് ഈത്തപ്പഴമാണ് ഇട്ടിട്ടുണ്ടായത്. പിന്നെ കുറച്ച് പാൽ ഒഴിച്ച് പിന്നെ വയറ് ചൂടാകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് പാൽ, അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിക്കുന്നതായിട്ടുണ്ടാവും നല്ലത്. ഡെയിലി ചിലപ്പോൾ ഞാൻ ചെറിയൊരു കള്ളപ്പണിയൊക്കെ എടുക്കും, ജ്യൂസിനൊക്കെ ചെറിയൊരു മധുരം ഇട്ട് കുടിക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ എൻ്റെ വെയിറ്റ് എത്ര ഉണ്ടെന്നും എന്നിട്ട് വെയിറ്റ് എത്ര കുറയുന്നുണ്ട് എന്നുള്ളതും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിതിൽ നോക്കാം. പിന്നെ ചായക്കായാലും ഞാൻ അങ്ങനെ മധുരം ഇട്ടിട്ടില്ല. ചായ കുടിക്കാതെ പിന്നെ എന്തായാലും സമാധാനം ഉണ്ടാവില്ല നോമ്പിന് പ്രത്യേകിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് അത്താഴത്തിൻ്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്ക് ഞാൻ 2 സോസേജ് എടുത്തിട്ടുണ്ട്, 2 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ മുന്തിരി ജ്യൂസാണ് എടുത്തിട്ടുണ്ടായത്. ഇത് കുറച്ചിങ്ങനെ ചെറിയ കപ്പായത് അതിൽ കുറച്ചായിട്ട് എടുത്തിട്ടാണ് കഴിച്ചത്. ഹെവി ആയിട്ടൊന്നും വേണ്ട, എണ്ണക്കടിയായാലും അങ്ങനെയൊന്നും ഒരുപാട് വേണ്ട, ജ്യൂസ് കുറേ വേണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ച്. നിങ്ങൾ ജ്യൂസും ചെറുതായിട്ട് മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്, അങ്ങനെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് അങ്ങനെ ജീവിച്ച് പോകണ്ടേ, അത്യാവശ്യം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക്. കുറച്ച് മധുരം ഇട്ടിട്ടുള്ള കുടിക്കാതെ എന്തായാലും സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ രാത്രിയിൽ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായേ. അങ്ങനെ 2 ദോശയും പിന്നെ കുറച്ച് മീൻ കറി എടുത്തിട്ടുണ്ടായിന്, പിന്നെ കുറച്ച് ചന മസാല പോലെ ആക്കിയിട്ട് അതും. ഇതാണ് രാത്രി കഴിച്ചിട്ടുണ്ടായത്. രാത്രി മാക്സിമം കാർബ്സ് എടുക്കാത്തതാണ് നല്ലത്. പക്ഷേ അതിനെ നോമ്പായതുകൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഇതിപ്പോൾ രാവിലെ കാർബ്സ് എടുത്തിട്ട് രാത്രിയിൽ ബാക്കിയുള്ള എന്തെങ്കിലും ആയിട്ട് കഴിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്.